അങ്ങനെ ഗുരുകുലത്തില് വരുണരാശം കൊണ്ട് ബന്ധിച്ച് പ്രഹ്ലാദനെടുത്തു. പ്രഹ്ലാദന് ഒരു കുഴപ്പമില്ല, പ്രഹ്ലാദൻ എപ്പോഴും നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ 2-3 ദിവസത്തേക്ക് ചണ്ടൻ സാറും അമർക്കൻ സാറും ലീവാ. അവരെന്തോ പ്രോഗ്രാം എന്തോ പോയിരിക്കുക. അപ്പൊ പ്രഹ്ലാദൻ തന്റെ കൂട്ടുകാർ അസുരബാലന്മാരെല്ലാം അടുത്ത് വിളിച്ചു. എന്നിട്ട് ഉപദേശം കൊടുക്കുകയാണ്. എന്താ പറയണത്? കൗമാര ആചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മം തദപ്യധ്രുവമർദ്ധതം. എന്താ പറഞ്ഞത്? കൗമാരേ ആചരേ, കുട്ടിക്കാലത്ത് വേണം എന്താ ആചരിക്കാൻ? ഭാഗവത ധർമ്മങ്ങള്, ആധ്യാത്മിക കാര്യങ്ങള്, ഇതൊക്കെ ആചരിക്കുന്നത് എപ്പോഴാ? കുട്ടിക്കാലത്ത്. അതെന്താ കുട്ടിക്കാലത്ത് എന്ന് പറയാൻ കാരണം? മനുഷ്യന് 100 വയസ്സാണല്ലോ മാക്സിമം ആയുസ്. അതിന്റെ ഇടയ്ക്ക് എപ്പോ വേണമെങ്കിലും ആചരിക്കാം. എന്താ കുട്ടിക്കാലത്ത് എന്ന് പറയാൻ കാരണം? ചട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ എന്താണോ കുട്ടിക്കാലത്ത് ആചരിക്കുന്നത് അത് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഈ ആധ്യാത്മിക കാര്യങ്ങൾ, നല്ല കാര്യങ്ങള് അഭ്യസിക്കേണ്ട ഉചിതമായ കാലമാണ് കുട്ടിക്കാലം. അപ്പോ നമുക്ക് എത്ര ആയുസ് അങ്ങനെ പറയാൻ പറ്റും ഉറപ്പിച്ച്? എന്നാലും ഒരു 100 വയസ്സ് ഇരുന്നോട്ടെ. 100 വയസ്സ് ആയുസ്. അതിന് നേർപകുതി 50 വർഷം രാത്രിയായിട്ട് പോയി, ഉറങ്ങിപ്പോയി. 50 വർഷം. പിന്നെ ആദ്യമുള്ള കുറച്ച് 20 വർഷം കുട്ടിക്കാലം. അത് കളിച്ച് ചിരിച്ചും ഉല്ലാസിച്ച് ആ കാലം പോയി. അങ്ങനെ 50-20 പോയി. പിന്നെ അവസാനത്തെ 20 വർഷം അത് പിന്നെ കൂട്ടാണ്. ചിലപ്പോ കണ്ണ് കാണാൻ പറ്റില്ല, ചിലപ്പോ കാത് കേൾക്കാൻ പറ്റില്ല, ചിലപ്പോ യാത്ര ചെയ്യാൻ പറ്റില്ല, ആരോഗ്യമേ ഉണ്ടാവില്ല. അതുകൊണ്ട് അതും കൂട്ടില്ല, അതും പോയി. ഇത് എത്ര വർഷം ബാക്കി? എത്ര വർഷം ബാക്കി? ഇത് ആരും മിണ്ടാത്ത കണക്കറിയില്ല നിങ്ങൾക്ക്? 10 വർഷം. ആ 10 വർഷം ഗൃഹസ്ഥാശ്രമം, ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് കഴിയും. ആ 10 മണി. ഇനി ഈശ്വരനെ ഭജിക്കാൻ എപ്പോഴാ സമയം? അപ്പൊ പ്രഹ്ലാദൻ അസുരബാലകന്മാരോട് എന്ന നിലയില് നമ്മളോട് പറയുന്ന ഉപദേശമാണ് കളിച്ചു കളയല്ലേ കൂട്ടുകാരെ. ആ കളിക്കുന്ന സമയം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? ശ്രീഹരിയെ, ഭഗവാനെ ഭജിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം. കളിച്ചു കളയല്ലേ കൂട്ടുകാരെ. പിന്നെ എന്താ പറയണത്? ദുർജനങ്ങളോട് കൂട്ടുകൂടരുത്. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ ഈ അസുരബാലന്മാരെ ചോദിച്ചു, നമ്മളെ ദേവന്മാരൊന്നും അല്ലല്ലോ, നമ്മൾ അസുര കുട്ടികളല്ലേ. അപ്പൊ അസുര കുട്ടികളെ പറയുന്നത് ഭഗവാൻ കേൾക്കുവോ? ഭഗവാന് ഇഷ്ടാവോ? അപ്പൊ പ്രഹ്ലാദൻ പറഞ്ഞു, നമ്മളെപ്പോഴാണ് അസുരനാകുന്നത്? നമുക്ക് ആസുര ഭാവം ഉണ്ടാവുമ്പോ. നമുക്ക് ആസുര ഭാവം ഉണ്ടെങ്കിൽ നമ്മൾ അസുരനാവും, നമുക്ക് രാക്ഷസ ഭാവം ഉണ്ടെങ്കിൽ നമ്മൾ രാക്ഷസനാവും. അപ്പൊ ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ഇത് നിശ്ചയിക്കുന്നത്. ഇപ്പൊ തന്നെ ഈ സമയത്ത് എത്രയോ അസുരന്മാര്, ഈ കാലത്തെ അസുരന്മാര് എത്ര നികൃഷ്ടമായാണ് ഓരോ കാര്യങ്ങൾ, അക്രമങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അസുരഭാവം ഉണ്ടെങ്കിൽ നമ്മൾ അസുരനായി. നമ്മൾക്ക് വേണ്ട എന്താ? നിഷ്കളങ്കമായ ഭക്തി, നിർഗുണമായ ഭക്തിയാണ് വേണ്ടത്. നിഷ്കളങ്കമായ ഭക്തി ഉള്ളവര് എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും. ഭവന്തമ
വിതർക്ക എന്ന ദിവയാ സ്വയം ജാമ്പവൻ മുകുന്ദ ശരണം ഹിമാം കൈഹരോധുമിത്യാലവൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിശ്ചിരം തവ സമർച്ചനം വ്യഥിത ഭക്ത ചൂടാമണി. ജാമ്പവാൻ ചെവന്തക രത്നത്തിന്റെ കഥയില് ജാമ്പവാൻ രാമനെ വിളിച്ചുകൊണ്ട് ജയ് റാം ഹരേ രഘുപതേന്ന് വിളിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ ഇടിക്കുകയാണ്. ഭഗവാനെ വിളിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനെ ഇടിക്കുക. എന്നിട്ട് ഭഗവാൻ അതും അർച്ചനയായിട്ട് സ്വീകരിച്ചു. അതിനുള്ള മറ്റൊരു ഉദാഹരണമാണ് ഭഗവാന്റെ മാറത്തുള്ള ശ്രീവത്സം. ഇതിന് എത്രയോ ഉദാഹരണങ്ങള്. ആ നിഷ്കളങ്കമായ ഭക്തി കാരണം ശബരി ആ പഴം കടിച്ചിട്ടാണ് ഭഗവാന് കൊടുത്ത്. ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പൊ നമുക്ക് വേണ്ടത് നിഷ്കളങ്കമായ ഭക്തിയാണ്. ഇതൊക്കെ കൂടെ കേട്ടപ്പോ ഈ അസുരബാലന്മാർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം അവർ ഇതുപോലത്തെ ഒരു ക്ലാസ് ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ ആനന്ദം നൽകുന്ന ഒരു ക്ലാസ് അവർ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ചോദിച്ചു പ്രഹ്ലാദനോട്, നിന്നെ ആരാ ഇത് പഠിപ്പിച്ചത്? അപ്പൊ പറഞ്ഞു, എന്നെ ഇത് പഠിപ്പിച്ചത് നാരദ മഹർഷിയാണ്. അപ്പൊ അസുരബാലന്മാർക്ക് സംശയം, നാരദ മഹർഷി എപ്പോഴും ഇവിടെ വന്നത്? നമ്മളെ ആദ്യം ശങ്കൻ സാറ് അമർക്കൻ സാറ് പഠിപ്പിച്ചിട്ടുള്ളൂ, വേറെ ആരും പുറത്തുനിന്ന് വന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, അത് പണ്ടെന്ന് പറഞ്ഞാല് അങ്ങനെ ആ പ്രഹ്ലാദൻ ആ കഥ പറയാൻ തോന്നുന്നു. ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയല്ലോ. അപ്പൊ ഈ ഹിരണ്യകശിപുവാണ് ഈ രാക്ഷസന്മാരിലെ അസുരന്മാരിൽ ഏറ്റവും ശക്തനായിട്ടുള്ളത്. അങ്ങനെ ആ തക്ക നോക്കി ദേവന്മാര് എന്ത് ചെയ്തു? അസുരന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ ഗർഭിണിയായ അമ്മ കയാധു ഓടിയപ്പോ നാരദ മഹർഷി ആശ്രമത്തില് അഭയം കൊടുത്തു. അപ്പൊ നാരദ മഹർഷി അമ്മയ്ക്ക് കുറെ സത്കഥകള് പറഞ്ഞു കൊടുത്തു. ആ കഥകള് സത്യത്തിൽ എനിക്ക് വേണ്ടി പറഞ്ഞായിരുന്നു, ഗർഭത്തിലുള്ള എനിക്ക് വേണ്ടി പറഞ്ഞതായിരുന്നു. അങ്ങനെയാണ് പ്രഹ്ലാദൻ ഭഗവാന്റെ ഈ കഥകളും ഒക്കെ കേട്ടത്. അപ്പോ ഇതൊക്കെ കൂടെ കേട്ടപ്പോ ഈ അസുരബാലന്മാർക്ക് എന്തെന്നില്ലാത്ത ആനന്ദമായി. ഇതുപോലെ ആരും ഞങ്ങളെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല ഇതുപോലെ. അപ്പൊ ഈ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ അവരുടെ ഹീറോയായി. അങ്ങനെ അവര് പ്രഹ്ലാദനെ പോലെ തന്നെ ചെയ്യണം. ഈ പ്രഹ്ലാദനെ പോലെ മുണ്ടെടുക്കും, പ്രഹ്ലാദനെ പോലെ ഉടുപ്പിടും, പ്രഹ്ലാദനെ പോലെ ദിനചര്യകൾ ചെയ്യും. അങ്ങനെ പ്രഹ്ലാദൻ ചെയ്യുന്ന എല്ലാം ചെയ്യും. അപ്പോ പ്രഹ്ലാദൻ നാമം ചോദിക്കാൻ തുടങ്ങി. ഹരേ നാരായണ, ഉറക്കെ ചോദിക്കൂ എന്ന് പറഞ്ഞു. ഉറക്കെ ചോദിക്കൂ, ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ, ഹരേ നാരായണ. ഈ ബഹളമൊക്കെ കേട്ട് ചണ്ടാമർക്കന്മാർ ഓടി വന്നപ്പോഴോ എല്ലാവരും കൂടെ ഇരുന്ന് നാമം ജപിക്കാം. അവര് തലേ കൈവച്ചു. എന്താ, പ്രഹ്ലാദൻ മാത്രമായിരുന്നു ആദ്യം ഈ നാമം ജപിച്ചിരുന്നെ. അപ്പൊ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇവനെ എങ്ങനെയെങ്കിലും നന്നാക്കാം. ഇപ്പോഴോ എല്ലാരും കൂടെ നാമം ജപിക്കാം. വേഗം ചെന്ന ഹിരണ്യകശിപുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. വേഗം പ്രഹ്ലാദനെ വിളിച്ചു പറഞ്ഞു, നീ ബാക്കിയുള്ളവർ കൂടെ നന്നാകാൻ സമ്മതിക്കില്ലേ? നീ പറയുന്ന ശ്രീഹരി എവിടെടാ? നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്ന ശ്രീഹരി എവിടെ? പ്രഹ്ലാദൻ ഒരു മണിയും കൂടെ പറഞ്ഞു, സർവത്ര ശ്രീഹരി എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും അല്ലേ? അപ്പൊ ആ തൂണിൽ എന്തുകൊണ്ട് കാണുന്നില്ല? നീ പറഞ്ഞ എല്ലായിടത്തും ഉണ്ടത്തെ, നിന്റെ ശ്രീഹരി എല്ലായിടത്തും ഉണ്ട്, സമ്മതിച്ചു. എന്തുകൊണ്ട് ആ തൂണിൽ കാണുന്നില്ല? ദൃശ്യതേ കാണും, എന്റെ ശ്രീഹരി തൂണിലും തുരുമ്പിലുണ്ട്, ആ തൂണിലും എന്റെ ശ്രീഹരി ഉണ്ടെന്ന്. അപ്പൊ ഹിരണ്യകശിപു പറഞ്ഞു, നിന്റെ ശ്രീഹരി ഇല്ലാന്ന് ഞാൻ
പറഞ്ഞ് ആ മുഷ്ടി ചുരുട്ടി തൂണിന് ഒരൊറ്റ ഇടി കൊടുത്തു. പെട്ടെന്ന് തൂണ് പിളർന്ന് ആ നരസിംഹമൂർത്തി അവതരിച്ചു. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം ക്രുദ്ധനായി നിൽക്കുന്ന ആ നരസിംഹമൂർത്തിയെ ബ്രഹ്മാദി ദേവന്മാരെ സ്തുതിച്ചു. എന്നിട്ടും ഫലമുണ്ടായില്ല. എന്തിന്? ലക്ഷ്മി ദേവി ആ ഭഗവാനെ സ്തുതിച്ചിട്ട് പോലും ലക്ഷ്മി ദേവിക്ക് പോലും ആ നരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ കഴിഞ്ഞില്ല. പ്രഹ്ലാദൻ ഭഗവാന്റെ പരമഭക്തനായ, ഉത്തമഭക്തനായ, നിർഗുണഭക്തനായ, പരമഭാഗവതനായ പ്രഹ്ലാദൻ ഭഗവാന്റെ കാൽക്കലിൽ നിന്ന് നമസ്കരിച്ചു. പെട്ടെന്ന് ഭഗവാൻ നോക്കി, തന്റെ ഭക്തന. ആ പ്രഹ്ലാദനെ സ്തുതിച്ചപ്പോ ആ നരസിംഹമൂർത്തി ശാന്തനായി. ആ ശാന്തഭാവത്തിലുള്ള ആ നരസിംഹമൂർത്തിയാണ് ഇവിടെ ഈ ശ്രീകോവിലിൽ കുടികൊള്ളുന്നത്. നമുക്കെല്ലാം അനുഗ്രഹം ചെയ്യാനായിട്ട് ഇവിടെ ആ നരസിംഹമൂർത്തി കുടികൊള്ളുന്നു. അപ്പൊ നരസിംഹമൂർത്തിക്ക് വളരെയധികം സന്തോഷമായി സ്തുതി കേട്ടിട്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ വളരെയധികം സന്തോഷവാനായി, നിങ്ങൾക്ക് വേണ്ട എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മളോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കുന്നത് കൺഫ്യൂഷൻ അല്ലേ? പ്രഹ്ലാദന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായില്ല. പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാനെ എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങയിലുള്ള ഭക്തി എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞാൽ നിനക്ക് എന്നും ഉണ്ടാകും, നീ മറ്റെന്തെങ്കിലും വരെ ചോദിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ നിർബന്ധിച്ചപ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, എന്റെ അച്ഛന് ഒരു ദുർമരണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അച്ഛന്റെ മാത്രമല്ല, അച്ഛന് അത്രയധികം അധർമ്മങ്ങളും അക്രമങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പുറത്ത് എന്റെ അച്ഛന്റെ പാപങ്ങളെല്ലാം നീക്കണം. ആ നരസിംഹമൂർത്തി പറഞ്ഞു, എന്റെ ആ കരസ്പർശം കൊണ്ട് തന്നെ നിന്റെ അച്ഛന്റെ പാപങ്ങളെല്ലാം നീങ്ങി കഴിഞ്ഞു. നീ നിന്റെ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഒന്നും ചോദിച്ചില്ല. പക്ഷേ നിന്റെ അച്ഛൻ നിന്നെ എത്രയധികം ഉപദ്രവിച്ച അച്ഛന് വേണ്ടിയാണ് നീ ചോദിച്ചത്. അപ്പോ നിന്റെ നിർഗുണമായ ഭക്തി കാരണം നിന്റെ 21 തലമുറകള് ശുദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. നിന്റെ 21 തലമുറകൾക്കും ഇതേ എന്റെ കാൽക്കൽ ലയിക്കാൻ കഴിയും. അതുകൊണ്ട് നീ നിന്റെ കുലത്തെ ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രഹ്ലാദന് അതിൽ പരമൊരു സന്തോഷമില്ല. അങ്ങനെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ആ നരസിംഹമൂർത്തി അവിടെ അന്തർധാനം ചെയ്തു. പ്രഹ്ലാദ സ്തുതിയാൽ ശാന്തനായി ഈ ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ആ നരസിംഹമൂർത്തിയോട് നമുക്കും ആ പ്രഹ്ലാദൻ തന്ന ഉപദേശങ്ങൾ, ആ പ്രഹ്ലാദന്റെ ഉത്തമ ഭക്തി, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയണം എന്ന ആ ശാന്തനായ, നമുക്കെല്ലാം അനുഗ്രഹവർഷം ചെയ്യാനായി അവിടെ ഇരിക്കുന്ന ആ നരസിംഹമൂർത്തിയോട് പ്രാർത്ഥിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നന്ദി, നമസ്കാരം.